നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാത്യു കുഴൽനാടനെ കയറി തോണ്ടാൻ പോയത് പിണറായിക്കും വീണയ്ക്കും വല്ലാത്ത പൊല്ലാപ്പാകുന്നു. മുഖ്യനും മകൾക്കും CMRL കമ്പനിക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കുഴൽനാടന്റെ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയാണ് വീണ നിന്ന് വിയർക്കാൻ പോകുന്നത്. പല കേസുകളിലും കുഴൽനാടനെ പൂട്ടാൻ കളിച്ചത് വീണ വിജയനാണ്. ഏതെങ്കിലും ഒരു കേസിൽ അകത്താക്കാൻ പഠിച്ച പണി 18 നോക്കിയിരുന്നു. എല്ലാം തേഞ്ഞൊട്ടിയതല്ലാതെ ഒന്നും നടന്നില്ല. തനിക്ക് നേരെയുള്ള ആരോപണങ്ങൾ കുഴൽനാടൻ അവസാനിപ്പിക്കാനാവുന്നതെല്ലാം ചെയ്തിട്ടും ഫലം കണ്ടില്ല. കുഴൽനാടൻ ഓരോ ദിവസവും ഓരോ തെളിവുമായി മുന്നോട്ട് വരികയാണ്. ഇത് വീണയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നു. പ്രതിപക്ഷ നിരയിൽ നിന്നും പിണറായിക്കും വീണയ്ക്കുമെതിരെ ഇത്ര പോരാട്ടം നടത്തിയ വേറൊരു നേതാവില്ല. കുഴൽനാടന്റെ പോരാട്ടം പലപ്പോഴും കോൺഗ്രസ് മുക്കാനാണ് ശ്രമിച്ചത്. കാരണം കരിമണൽ കർത്തയുടെ ഡയറിയിൽ കോൺഗ്രസ് നേതാക്കളുടെയും പേരുണ്ട്. പക്ഷേ ഇതൊന്നും കുഴൽനാടനെ ബാധിച്ചില്ല. കുഴൽനാടൻ ആവശ്യം വീണയുടെ എക്സാലോജിക് കള്ളക്കളി പുറത്തു കൊണ്ടുവരണം എന്നതാണ്. കാരണം എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് കോടികളുടെ അഴിമതിയാണ്, അതും സർക്കാരുമായി ബന്ധപ്പെട്ടുള്ളത്. ഇതിന്റെ തെളിവടക്കം പുറത്തിടുകയും മുഖ്യമന്ത്രിയും വീണയും അഴിക്കുള്ളിൽ പോകണമെന്നതുമാണ് കുഴൽനാടന്റെ ആവശ്യം. അതിന് പുതിയ വഴികൾ തേടുകയാണ്. ഇത് മാത്രമല്ല, CM ഓഫീസിലെ പല വിവരങ്ങളും, അതായത് മാസപ്പടിയുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ കുഴൽനാടന്റെ അടുത്തെത്തുന്നു. ആരാണ് ഒറ്റുകാരനെന്ന് തലപുകയ്ക്കുകയാണ് പിണറായി. വിജിലൻസ് കോടതിയിലും വീണയ്ക്ക് നേരെ വലിയ പ്രഹരമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ കൃത്യമായി CPM-നിട്ട് ഒരടി കിട്ടും. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ വീണ വിഷയം ലൈവിൽ നിർത്തുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ കൂടെ ആവശ്യമാണ്. കുഴൽനാടനെ കള്ളക്കേസിൽ അകത്താക്കുക എന്നതാണ് സൂര്യപുത്രിയുടെ ഒരേ ഒരു ആവശ്യം. എന്നാൽ കുഴൽനാടന് നേരെ ചെറു വിരൽ അനങ്ങിയാൽ അതും വീണയ്ക്കിട്ട് പണിയാകും. വീണയുടെ താളത്തിന് തുള്ളാൻ കേരള പോലീസിനെ ഉപയോഗിക്കുന്നുവെന്ന ആരോപണം ശക്തമാകും. മാസപ്പടി വിഷയത്തിൽ കുഴൽനാടൻ ഉയർത്തിയ വാദങ്ങളെല്ലാം ശരിയാകുന്നു. SFIO അന്വേഷണത്തിലൂടെ അതെല്ലാം പുറത്തു വന്നു കഴിഞ്ഞു. കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം നടക്കുമ്പോൾ കൂടിയാണ് കുഴൽനാടൻ വക അടുത്ത പണിയും കിട്ടിയിരിക്കുന്നത്. CMRL കമ്പനിക്ക് തോട്ടപ്പള്ളിയിൽ നിന്നും കരിമണൽ കടത്താൻ സർക്കാർ അനുമതി നൽകിയതടക്കം നിരവധി ആരോപണങ്ങളാണ് മാത്യു കുഴൽനാടൻ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനമായ KMML-നെ മുൻനിർത്തി സ്വകാര്യ കമ്പനിയെ സഹായിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് നീക്കം നടത്തിയെന്നാണ് പ്രധാന ആരോപണം. ഇതിന് പ്രതിഫലമായി വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയിലേക്ക് മാസപ്പടി നൽകിയെന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. ഹർജി ഫയലിൽ സ്വീകരിക്കുന്നതിനെ സർക്കാർ അഭിഭാഷകൻ എതിർത്തിരുന്നു. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി അടുത്ത മാസം 14-ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് ഡയറക്ടറോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനന വിഷയത്തിൽ പിണറായി വിജയനെതിരെ മാത്യു കുഴൽനാടൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വലിയ രീതിയിലുള്ള ആരോപണമാണ് ഉന്നയിച്ചത്. മുഖ്യമന്ത്രി CMRL കമ്പനിക്കായി ഇടപെട്ടുവെന്നും വൻ ലാഭമുണ്ടാക്കാൻ കരിമണൽ നിസാര വിലയ്ക്ക് നൽകിയെന്നും കുഴൽനാടൻ ആരോപിച്ചു. 40,000 കോടി രൂപയുടെ കരിമണൽ ഖനനം ചെയ്തു. സംസ്ഥാനത്തിന് ഇതുവഴി വലിയ നഷ്ടമുണ്ടായി. CMRL ആരോപണങ്ങളിൽ സർക്കാരിനോ പാർട്ടിക്കോ മറുപടിയില്ല. വ്യവസായ മന്ത്രി മറുപടി പറഞ്ഞത് ഒറ്റ വരിയിൽ മാത്രമാണ്: മുഖ്യമന്ത്രിയാണ് ഇതിനെല്ലാം പിന്നിൽ. മകളെ പൊതുസമക്ഷത്ത് വലിച്ചു കീറാൻ ഇട്ടുകൊടുക്കാതെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്നും വീണ വിജയനാണ് ഇതിന് ഉത്തരവാദിയെങ്കിൽ അതും തുറന്നു പറയാൻ തയ്യാറാകണമെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും മാത്യു കുഴൽനാടന്റെ ഓരോ വാക്കും പിണറായിക്കും വീണയ്ക്കും ഇട്ട് കൊള്ളുന്നതാണ്.